വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പാട്ടവയൽ ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ആരെയും ആകർഷിക്കുന്ന ഒരു ബസ് സ്റ്റോപ്പുണ്ട്. പർപ്പിൾ നിറത്തിലുള്ള പൂക്കൾ ചൂടി നിൽക്കുന്ന ഒരു ബസ് സ്റ്റോപ്പ്. അത്രമാത്രം മനോഹരമായ കാഴ്ചയാണിത്. നമ്പിക്കൊല്ലി ടൗണിലാണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം. ഇതൊന്ന് കാണണ്ടേ? മനസ്സ് നിറയ്ക്കും ഈ കാഴ്ച. മുറുക്കിത്തുപ്പലിന്റെ അടയാളങ്ങൾ ഇവിടെ കാണില്ല. ഒരു കടലാസ് കഷണം പോലും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിട്ടില്ല. ഒരു പൂക്കൂടയായി മാറിയിരിക്കുന്നു നമ്പിക്കൊല്ലിയിലെ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം. വർഗീസേട്ടനും കൊട്ടുക്കര ജോയി എന്ന് പറയുന്ന വ്യക്തിയോടും കൂടി കേവലം ഒരു വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ബസ് സ്റ്റോപ്പിൽ ഒരു തൈ നടുകയും അത് വളർന്ന് പന്തലിച്ച് എല്ലാവർക്കും കുളിർമയാകുന്ന ഒരു കാഴ്ചയായി മാറി. ഒരുപാട് സഞ്ചാരികളും വ്ളോഗർമാരും ഉൾപ്പെടെ ഇവിടെ വന്ന് നിത്യേന ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രദേശവാസിയായ ജോയി 12 വർഷം മുൻപാണ് വൈൽഡ് ഗാർലിക് വൈൻ ഇനത്തിൽപ്പെട്ട പടർന്നു കയറുന്ന ഈ ചെടി കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം നട്ടത്. നമ്പിക്കൊല്ലിയിലെ വ്യാപാരികളും ടാക്സി ഡ്രൈവർമാരുമെല്ലാം ചേർന്ന് പരിപാലിച്ചു. നടാൻ കാരണം ഞാനും എൻ്റെ സുഹൃത്ത് കോട്ടുകര ജോയി എന്ന് പറയുന്ന ആളും കൂടിയാണ് നട്ടത്. നടുമ്പോൾ ഞങ്ങൾ ഇത്രയും മനോഹരമാവുന്നുള്ള പ്രതീക്ഷ ഒന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ബസ് സ്റ്റോപ്പ് ഇത്ര മനോഹരമാകാൻ കാരണം ഈ പൂവിൻ്റെ ഒരു ഒറ്റ കാരണം കൊണ്ടാണ്. 12 വർഷത്തോളമായി ഞങ്ങൾ നട്ടുപരിപാലിക്കുന്നു. കത്തുന്ന വേനലിൽ യാത്രക്കാർക്ക് കുളിര് പകരും. വർഷത്തിലൊരിക്കൽ ഈ വിധമൊരു കാഴ്ചയും ഒരുക്കും. നമ്പിക്കൊല്ലി ബസ് സ്റ്റോപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ഹിറ്റാണ്. 24 വയനാട്.